കേട്ടോ? ശരി സാർ. മാറിക്കോളും. സാറേ, അവിടെ ഒരു യൂത്തൻ ഒരു തത്തയായി വന്നിരിപ്പുണ്ട്. തത്തയായിട്ടാ? എന്താ സാർ? തത്ത ബിസിയാക്കുന്നില്ല സാറേ. എന്താ ഉണ്ടെന്നില്ലാന്ന് എത്ര ആസായിട്ട് മേടിച്ചറിയാം. 1.5 റുപ്യ കൊടുത്തിന് സേഫ് പറഞ്ഞ് നല്ല പോലെ ചെലിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബിസിയാക്കി പറഞ്ഞു. വെറുതെ അറിഞ്ഞ ബായ്ക്കൊന്നും തുർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്നിട്ട് മൂല കടം കുത്തിരി കണക്കണം. നോക്ക് മൂട്ട കട കുത്തിറാൻ തോന്നുന്നു. എങ്ങനെങ്കിലും ബിസിയാക്കിക്കണം സാറേ. ഞാൻ ചങ്ങായിമാരെ മുമ്പിലല്ല ഭയങ്കര ബീം ബൾക്കിന് ബമ്പ് പറഞ്ഞിന്. ഇനി ഇത് ഉണ്ടായിട്ടുള്ള മൂട് എങ്ങനെ നോക്കലേ കൂഞ്ഞിൽ വലിക്കാൻ തോന്നുന്നു. എനിക്ക് എങ്ങനെങ്കിലും ഇരിക്കാൻ മലയാളം മുടിച്ച് പാറിക്കാം. ഈ തത്തയെ നിങ്ങളാണ് വർത്താനം പറയാൻ പഠിപ്പിക്കുന്നത്? ഞാനാ ചെല്ലി കിടക്കുന്നത്. താൻ ആദ്യം മര്യാദയ്ക്ക് വർത്താനം പറ, എന്നിട്ട് ഈ തത്തയെ കുറ്റം പറയും. സാറേ ഓടെ അവിടുന്ന് മനുഷ്യന് മനസ്സിലാണല്ലോ, പിന്നെ തത്തയ്ക്ക്. സാറേ ഞാനങ്ങോട്ട്. നീ എങ്ങോട്ടേലും പോ. നീ ബേജാറാക്കണം, നമുക്ക് വേറെ മേനയിലെ ഡോക്ടർ ഇയാള് ബെന്നെ. എന്താടോ ഡയപ്പറൊക്കെ ഇട്ടോണ്ടാണോ പശുവിനെ കൊണ്ട് വരുന്നത്? അത് ഈ വണ്ടി വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടി. എന്തു പറ്റിയതാ? ചെറിയൊരു വയറുവേദന. ഡോക്ടറെ, പശു ദഹിക്കാത്ത എന്തെങ്കിലും വിഴുങ്ങിയാൽ കുഴപ്പമുണ്ടാവും? ദഹിക്കാത്തതെന്ന് പറഞ്ഞാൽ എന്താ കൊടുത്തേ? താക്കോൽ വിഴുങ്ങിയതാ. താക്കോല്. താക്കോലോ? ഈ പശുവിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ് പോലെ അല്ല. ഒരു വയറും അതിന്റെ മുന്നിൽ 3-4 അറകളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ദഹിക്കാത്ത എന്തെങ്കിലുമൊക്കെ പശു കഴിച്ചാല് ചിലപ്പോ ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പശു പുറത്തേക്ക് തള്ളുന്നത്. പേടിയാനൊന്നുമില്ല. 3 മാസോ? എന്തേ? അല്ല ഡോക്ടറെ, പശു ഇന്നലെ താക്കോല്